2023 ഓഗസ്റ്റിൽ ആണ് ഇവനെ കൊണ്ട് ലഡാക്കിലേക്ക് പോയത്. അന്ന് ഏകദേശം ഒരു 9000 കിലോമീറ്റർ ഓടിയായിരുന്നു. 8 സ്റ്റേറ്റും 2 യൂണിയൻ ടെറിട്ടറിയും കവർ ചെയ്ത് ഇവൻ ഉംലിംഗ്ല കയറിയ വണ്ടിയാണ്. 19,024 അടി വരെ അന്ന് ഓടിയെത്തിയതാണ്. ഞാനൊരു 6 വർഷമായിട്ട് പ്ലാൻ ചെയ്യുന്ന ട്രിപ്പായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർഡായി വണ്ടിയുടെ കാര്യമാണെങ്കിലും എല്ലാം നോക്കിയിട്ടൊക്കെയാണ് പോയത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ട്രിപ്പിനെ പറ്റി അന്ന് പറയുമ്പോഴും ഒരുപാട് പേര് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടി ഓടിയെത്തത്തില്ല, ഇഷ്യൂസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റാഞ്ഞ രീതിയിലല്ല ഞാൻ മാക്സിമം പ്രിപ്പയർ ചെയ്താണ് പോയത്. അതുകൊണ്ട് തന്നെ വേറെ വലിയ ഇഷ്യൂസൊന്നും വരാണ്ട് തിരിച്ച് നാട്ടിലെത്തിയായിരുന്നു. അപ്പോൾ അവിടെ കാർബറേറ്ററിൻ്റെ ഒരു സ്ലോ സ്പീഡ് ജെറ്റുണ്ട്. അപ്പം അതുമാത്രം ചെറിയൊരു ഇഷ്യൂ വന്നു. ആൻഡ് അല്ലാണ്ടൊരു പഞ്ചർ പോലും ഇല്ലാണ്ടാണ് തിരിച്ച് നാട്ടിലെത്തിയത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെച്ചാൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വണ്ടിയിൽ ചെയ്തത്, എന്തൊക്കെയാണ് നോക്കിയിരുന്നൊക്കെ ഉള്ളതാണ്. അപ്പം ആദ്യം തന്നെ പറയുവാണെങ്കിൽ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ എൻജിനും ഗിയർ ബോക്സും കംപ്ലീറ്റ് ആയിട്ട് ഓവർഹോൾ ചെയ്തായിരുന്നു. അത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നത്, ഓവർഹോൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എൻജിനും ഗിയർ ബോക്സും കംപ്ലീറ്റ് ആയിട്ട് വണ്ടി നയിക്കും. അയച്ചിട്ട് അതിൽ എന്തെങ്കിലും കമ്പോണൻസൊക്കെ മാറാനുണ്ടെങ്കിൽ മാറും. എന്നിട്ട് തിരിച്ച് പുതിയ ഓയിലൊക്കെ ഇട്ടിട്ട് തിരിച്ച് ഫിക്സ് ചെയ്യും. ഇതാണ് ബേസിക്കലി ചെയ്യുന്നത്. പിന്നെ സർവീസിങ് ഇതിപ്പം പഴയ വണ്ടിയാണ്ട് അതൊക്കെ ചെയ്യണം. പക്ഷേ പുതിയ വണ്ടികളൊക്കെ ആണെങ്കിൽ ഒരു നോർമൽ സർവീസ് ചെയ്തിട്ട് പോകേണ്ട കാര്യം കാണത്തുള്ളൂ. പക്ഷേ അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം എപ്പോഴും യാത്ര പോകുന്നതിന് പറ്റുമെങ്കിൽ ഒരു മാസം മുമ്പ് സർവീസ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് ഒരു 50-60 കിലോമീറ്റേഴ്സ് ഓടിച്ചിട്ട് മാത്രം നമ്മൾ റോഡ് ട്രിപ്പ് പോകാനായിട്ട് മാക്സിമം നോക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സർവീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ ഓയിൽ ലീക്കോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാം. അപ്പം നമ്മളിപ്പം ഇപ്പോൾ ട്രിപ്പ് പോകുന്നതിന് മേ ബി ഒരു 3 ദിവസം 4 ദിവസം മുമ്പ് വണ്ടി കൊടുത്ത് സർവീസ് ചെയ്ത് ഇറക്കിയിട്ട് ചിലപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം മുമ്പൊക്കെ വണ്ടി സർവീസിന് കൊടുക്കുക. കുറച്ച് ഓടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടൊക്കെ പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അത് കാരണം എന്ന് വെച്ചാൽ ഞാൻ നന്നാക്കിയിട്ട് ഞാൻ ചിക്കമംഗ്ലൂർ പോയായിരുന്നു ഇതുകൊണ്ട്. പയ്യന്നൂരിൽ നിന്ന് ചിക്കമംഗ്ലൂർ പോകുന്നവർക്ക് വണ്ടി ഓവർ ഹീറ്റ് ആയിരുന്നു. അപ്പം ഞാൻ അന്നത് പോയില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ലഡാക്ക് പോകുന്നവർക്ക് വണ്ടി ഓവർ ഹീറ്റ് ആയേനെ. പക്ഷേ അന്ന് ചിക്കമംഗ്ലൂർ പോകേണ്ട അവിടെ വെച്ച് ഇഷ്യൂ വന്നു. അത് ഫിക്സ് ചെയ്തിട്ടാണ് ലഡാക്കിലേക്ക് പോയത്. വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 2002 മോഡൽ മാരുതി 800 ആണ്. നോൺ AC സ്റ്റാൻഡേർഡ് മോഡലാണ്. ഇത് ഞങ്ങൾ അധികം യൂസ് ചെയ്യാത്ത വണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വെച്ചാൽ ഞാൻ പോകുമ്പം ഏകദേശം 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. തിരിച്ചു വന്നപ്പോൾ ഏകദേശം 62,000 ചില്ലാനും കിലോമീറ്റർ ആയത്. രണ്ടാമത്തെ കാര്യമാണ് ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ്, HSRP നമ്പർ പ്ലേറ്റ്, അതായത് ഹൈ സെക്യൂരിറ്റി രജിസ്റ്റേർഡ് പ്ലേറ്റ്. ഇതും അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. യൂഷ്വലി നമ്മുടെ പഴയ വണ്ടിയിൽ വരുന്ന നമ്പർ പ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ സ്ക്രൂ വെച്ചാൽ ബോൾട്ട് വെച്ചായിരിക്കും ഇവർ അത് ഫിക്സ് ചെയ്യുന്നത്. ഇത് റിവെറ്റ് ചെയ്ത് വയ്ക്കും. പിന്നെ ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ നമ്പർ പ്ലേറ്റിന് തന്നെ വേറൊരു നമ്പറുണ്ട്. ഈ നമ്പർ പ്ലേറ്റ് ജമ്മു കാശ്മീരിൽ മാൻഡേറ്ററി ആണ്. ഞാൻ അവിടെ 1-2 പേരെ പരിചയപ്പെട്ടായിരുന്നു. അപ്പം ചിലർക്കൊക്കെ ഇതുപോലെ പോലീസ് ഫൈൻ അടിച്ചിട്ടുണ്ട് ഈ നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട്. ഇതും സൺഫിലിമും അവിടെ വളരെ അവർ സ്ട്രിക്റ്റായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ സൺഫിലിം ഓൾറെഡി ഇല്ലായിരുന്നു. നമ്പർ പ്ലേറ്റ് ഞാൻ പഴയത് മാറ്റിയിട്ട് ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് വെച്ചിട്ടാണ് പോയത്. പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ ഫാസ്ടാഗ് ഒട്ടിച്ചു. ഇത് നേരത്തെ ഇല്ലായിരുന്നു, പഴയ വണ്ടിയാണ്ട് ഫാസ്ടാഗ് ഇല്ലായിരുന്നു. ഇതും എടുക്കാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല, ഏതെങ്കിലും ബാങ്ക് വഴി നമുക്ക് എടുക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ അതുപോലെ റെയിൻ വൈസർ ഒട്ടിച്ചു. ഇത് നോൺ AC ആണ് കാറ്. അപ്പം മഴ പെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഓടിച്ച് നടക്കാൻ, കാരണം പെട്ടെന്ന് ഗ്ലാസ് എല്ലാം ഫോഗ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെച്ചാൽ റെയിൻ വൈസർ വെച്ചുകൊണ്ട് അത്യാവശ്യം കുറച്ച് ഗ്ലാസ് നമുക്ക് താത്തിയിട്ട് തന്നെ ഓടിക്കാം. ഞാൻ പോയ ദിവസം ഈവൻ അന്ന് ലഡാക്കിലാണെങ്കിലും മഴ പെയ്തായിരുന്നു. സോ ഇതും വളരെ യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ബാക്കിലൊരു പാർസൽ ട്രെയിൻ വെച്ചു. പക്ഷേ അതൊക്കെ ഇപ്പോൾ യൂഷ്വലി എല്ലാ കാറിലും വരുന്നതാണ്. ഇതിലില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് ചെയ്യിപ്പിക്കേണ്ടി വന്നു. പിന്നെ ടയറാണെങ്കിലും കുറച്ച് പഴയ ടയറായിരുന്നു കിടന്നത് വണ്ടിയിൽ. അപ്പം പുതിയ ടയർ ഇട്ടു. പിന്നെന്ന് വെച്ചാൽ ഞാൻ പോയത് ലഡാക്കിൽ ഏകദേശം സെപ്റ്റംബർ ആയപ്പോഴാണ് അന്ന് എത്തിയത്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ സ്നോ ഒന്നും ഇല്ലായിരുന്നു. നല്ല സ്നോ ഉള്ള സമയമാണെങ്കിൽ നമ്മൾ ചെയിനൊക്കെ ഇട്ടുകൊണ്ട് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. കാരണം നല്ല പാസസിലൊക്കെ നല്ല സ്നോ കാണും. അപ്പം ചെയിനിട്ടാണ് ആളുകൾ പോകുന്നത്. ഞാൻ പോയ സമയത്ത് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ചെയിനില്ലായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വണ്ടി സ്ഥിരം നന്നാക്കുന്ന ടെക്നീഷ്യൻ്റെ നമ്പർ വാങ്ങി വയ്ക്കാം. കാരണം എന്തെങ്കിലും ചെറിയ ഇഷ്യൂസൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വിളിച്ച് ചോദിക്കാനും. പിന്നെ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും. ഞാൻ പോയ വർക്ക്ഷോപ്പിലെല്ലാം ഇപ്പം നാട്ടിലാണെങ്കിലും
കോട്ടയിൽ പോയായിരുന്നു, കോട്ടയിൽ വർക്ക്ഷോപ്പിൽ പോയായിരുന്നു. അവിടെ എല്ലാം ശരിക്കും നമ്മളിങ്ങനെ റോഡ് ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞാൽ തന്നെ അവരെല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും. അപ്പം ഒരാളുടെ നമ്പർ വാങ്ങി വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിളിച്ച് ചോദിക്കാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫ്യൂസ് ബോക്സ്. നമ്മുടെ ഇപ്പം മിക്ക വണ്ടികളുടെ ഡാഷ്ബോർഡിൻ്റെ താഴെ ആയിരിക്കും ഫ്യൂസ് ബോക്സ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ കവറിൽ തന്നെ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏതൊക്കെ ലൈനിലുള്ള ഫ്യൂസാണ്, എത്ര ആംസിൻ്റെ ഫ്യൂസാണ്. അപ്പം നമ്മൾ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് ഇതൊന്ന് നോക്കി വെച്ചേക്കാം. ഈ ഫ്യൂസ് എങ്ങനെ ഊരേണ്ടത്, എങ്ങനെ ഇടേണ്ടതെന്നൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ ഒരു മൾട്ടിമീറ്ററോടെ ശരിക്കും നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ, ഫ്യൂസ് പോയതാണോ അല്ലയോ എന്ന്. കുറച്ച് സ്പെയർ ഫ്യൂസും കയ്യിൽ വയ്ക്കുക. കാരണം ഏതെങ്കിലും ലൈൻ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ഇട്ടുകൊണ്ട് പോകാനുള്ളതേ ഉള്ളൂ. പക്ഷെ ഒന്ന് നേരത്തെ നോക്കി വയ്ക്കുക. കാരണം നമുക്കത് അതിൽ കറക്റ്റ് അറിയാൻ പറ്റും ഏതൊക്കെ ലൈനിലേക്കാണ് പോകുന്നത്, എത്ര ആംസിൻ്റെ ആണ്. ഇതിൻ്റെ ഫ്യൂസ് ആണെങ്കിലും കുറച്ച് വലിയ ഫ്യൂസാണ്. പക്ഷേ ഇപ്പോൾ സ്വിഫ്റ്റിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ചെറിയ ഫ്യൂസാണ് വരുന്നത്. അപ്പോൾ അതും കുറച്ച് എണ്ണം സ്പെയേഴ്സ് വാങ്ങി വെച്ചേക്കാം. ഇതാണ് ഇപ്പോൾ ഈ വണ്ടിയുടെ ഫ്യൂസ് ബോക്സിൻ്റെ കവർ. അപ്പോൾ ഇതിലിപ്പം അവർ ശരിക്കും പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്, ലൈക്ക് ഓരോരോ സെക്ഷന് എത്ര ആംസിൻ്റെ ഫ്യൂസാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഒന്ന് പോകുന്നതിന് മുമ്പ് ഒന്ന് നോക്കി വെച്ചേക്കാം. ആൻഡ് ഈ പറയുന്ന ഫ്യൂസിൻ്റെയൊക്കെ ഒരു 3-4 എണ്ണം വെച്ചിട്ട് സ്പെയർ ഫ്യൂസും കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെയാണ് വൈപ്പേഴ്സും ചെക്ക് ചെയ്യുക. വൈപ്പേഴ്സ് ബ്ലേഡ് മാറാറായിട്ടുണ്ടെങ്കിൽ ബ്ലേഡ് മാറിയിട്ട് പോവുക. പിന്നെ പാട്ടാണെങ്കിലും പറ്റുമെങ്കിൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പോവുക. കാരണം നമ്മൾ എങ്ങനെ ഇത്രയൊക്കെ പോകുമ്പോൾ എങ്ങനെ ഒരു 1000-1500 പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. അപ്പം സ്ട്രീം ചെയ്യാം. പക്ഷേ ചിലയിടത്ത് ചിലപ്പോൾ നെറ്റിൻ്റെ പ്രശ്നം കാണും. പിന്നെയെന്ന് വെച്ചാൽ വെറുതെ നമ്മളിപ്പം ഡേറ്റ കളയുന്നതല്ലാണ് വീട്ടിൽ നിന്ന് തന്നെ ഏതെങ്കിലും ആപ്പിൽ പാട്ട് ഡൗൺലോഡ് ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ AC ഉള്ള കാറാണെങ്കിൽ അതിൻ്റെ ഇവാപ്പറേറ്റർ ആണെങ്കിലും ക്യാബിൻ ഫിൽറ്റർ ആണെങ്കിലും ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോകാം. കാരണം AC ക്ലീൻ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നും. ഇതിൽ പിന്നെ AC ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. പക്ഷേ യൂഷ്വലി AC ഇപ്പോൾ എല്ലാ വണ്ടിയിലും AC കാണും, ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തിട്ട് പോകണം. കാരണം ഇത്രയും ദിവസം നമ്മൾ ശരിക്കും 34 ദിവസം എന്നൊക്കെ പറയുമ്പോൾ ഇത് വീട് പോലെ തന്നെ ആകും. ഈ യാത്രയിൽ ഏറ്റവും സമയം നമ്മൾ ചിലവഴിക്കുന്ന വണ്ടിയിലായിരിക്കും. അപ്പം എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുക, തുടയ്ക്കുക. AC ഒക്കെ ആണെങ്കിലും നേരത്തെ ക്ലീൻ ചെയ്തിട്ട് പോകുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നമുക്ക് കുറച്ച് ഈ ഡ്രൈവിംഗ് ഫെറ്റീഗ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. കാറിന് വേണ്ടി കൊണ്ടുപോയ സാധനങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് എഞ്ചിൻ ഓയിൽ, ഗിയർ ഓയിൽ, കൂളൻറ്റും ബ്രേക്ക് ഫ്ലൂയിഡ്, ഇതെല്ലാം ടോപ്പപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുപോയിരുന്നു. ഇതിൽ എഞ്ചിൻ ഓയിലും ഗിയർ ഓയിലും ഞാൻ ടോപ്പപ്പ് ചെയ്യാൻ യൂസ് ചെയ്തു. കൂളൻറ്റും ബ്രേക്ക് ഫ്ലൂയിഡിനൊന്നും ആവശ്യമേ വന്നില്ല. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലുള്ള ആവശ്യം വേണ്ട സാധനങ്ങൾ ടോറോപ്പ്, ജമ്പർ കേബിൾ കൊണ്ടുപോയായിരുന്നു. പിന്നെ പഞ്ചർ കിറ്റ് കൊണ്ടുപോയായിരുന്നു. പിന്നെ നമ്മൾ കാറിനൂടെ വരുന്ന വീൽ സ്പാനറും മസാ ട്രയാങ്കിളും മെഡിസിൻസ് പിന്നെ അല്ലാതെ എടുത്തിരുന്നു. ഇതൊക്കെയാണ് അന്ന് കൊണ്ടുപോയത്. പിന്നെ ആക്സസറീസ് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഡാഷ് ക്യാമും പിന്നെ ഒരു GPS ട്രാക്കറും കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ലഡാക്കിന് വേണ്ടി വണ്ടി പ്രിപ്പയർ ചെയ്തത്. അത്യാവശ്യം എല്ലാം കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഓർ ക്വസ്റ്റ്യൻസ് കമൻറ്റ് ചെയ്താൽ മതി. ഐ എം ഹാപ്പി ടു ഹെൽപ്പ് യു ഔട്ട്.